ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരും നമ്മളുടെ പുതിയ വീഡിയോ സ്വാഗതം ചെയ്തു. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓർണിത്തോപ്പറാണ്, അതായത് പറക്കുന്ന പക്ഷി. വളരെ സിമ്പിൾ, എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി എടുക്കാന്നുള്ളൂ. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ വിട്ടാൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതുപോലെ ചിറകടിച്ച് പറക്കുന്ന ഒരു പക്ഷിയാണ്. ഒരു 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം. അതിന് തൊട്ടുമുമ്പായിട്ട് എല്ലാവരും നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 3 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം ഇതുപോലെ അടുക്കി വെച്ച ശേഷം മറ്റൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. അതിനായിട്ട് സ്കെയിൽ വെച്ച് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നത് തന്നെ ആ ഒരു ഭാഗം മാത്രം മുറിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു ഷേപ്പിൽ 2 എണ്ണം മുറിച്ചെടുക്കുക. മുറിച്ച് കളയുന്ന ഒരു മിച്ചമുള്ള ഭാഗമുണ്ടല്ലോ, അതും കളയില്ല, അതും സൂക്ഷിക്കുക, നമുക്ക് ആവശ്യമുണ്ട്, പറഞ്ഞുതരാം. ഏകദേശം ഇത് 3 നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ടിൽ മിച്ചമുള്ള ഭാഗമില്ല, ആ ഒരു ഭാഗം കൂടെ മുറിച്ച് കളയുക. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഒരേ ഷേപ്പ്, ഒരെണ്ണം മിച്ചമുള്ള ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊരു ഗ്യാപ്പിലാണ്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വീഡിയോ അത് കാണിച്ചു തരാം. ഇനി സൈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റാമെന്നാണ്. ഇത് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശ ഉപയോഗിക്കുന്നതാണ്. കണ്ടോ, ഇവിടെ ഒരു സ്പേസ് വരാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ചെറിയ ഭാഗം ഒട്ടിച്ച്. അതിനുശേഷം മറ്റൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഐസ്ക്രീം സ്റ്റിക്ക് വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് നടുക്ക് വരില്ല. അതിനാണ് ആ ഒരു ഭാഗം ചെറിയ മുറിച്ച് കളഞ്ഞ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചാൽ. ഇനി ഇത് ഒട്ടിച്ച് നല്ലോണം ഉണങ്ങാൻ വെക്കുക. അതിനുശേഷം മറ്റൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഒരു ഈർക്കിൽ വലുപ്പത്തിലൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് ശരിയാക്കി എടുക്കുക. ഏകദേശം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഈർക്കിൽ വലുപ്പത്തിൽ മുറിച്ചെടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാകുന്നതായിരിക്കും എന്തിനാണ് വെച്ചെന്ന്. ഇനി നമ്മൾ 2 പിന്ന് ഈ ഒരു ഷേപ്പിൽ വളച്ചെടുക്കുക. അതിനുശേഷം റീഫില്ലർ എടുത്തിട്ട് റീഫില്ലറിൻ്റെ അകത്ത് പറ്റുന്ന വലുപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക. ഏകദേശം 3 റീഫില്ലർ ഇതുപോലെ നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിലോട്ട് നമ്മുടെ റീഫില്ലർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശ ഉപയോഗിക്കാനാണ്. ഫ്ലക്സ് ക്യൂക്ക് അത്യാവശ്യം പെട്ടെന്നൊന്നും ഊരി പോകാത്ത പശയാണ്, ഒട്ടിപ്പിടിച്ചായിരിക്കും. ഇനി ഒരു ഈർക്കിലി കഷ്ണം എടുത്ത് ഏകദേശം 7 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ എടുക്കുക. അതിനുശേഷം 2 പിന്നെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുക. നമ്മൾ നൂല് വെച്ച് സ്ട്രോങ് ആകണ്ട. ഈ 2 ഹോൾ ഇവിടെ വരാൻ വേണ്ടിയാണ്, അപ്പുറം ഇപ്പുറം. അതിനുശേഷം പശ ചൊട്ടിക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിരിക്കും. ഇത് നമ്മൾ 18 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ ഒരു ഈർക്കിലി കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പിന്ന് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുന്നത് തന്നെ 2 പിന്ന് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ടുമായിട്ട്. ഏകദേശം ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പും ഇങ്ങോട്ട് 12 സെൻറ്റിമീറ്റർ ഗ്യാപ്പും, മൊത്തം 18 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റീഫില്ലർ ഒട്ടിക്കണം. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു പിന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നിവർത്തിയെടുത്തു. അതിനുശേഷം റീഫില്ലർ ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ്, പറഞ്ഞുതരാം. അതിൻ്റെ അറ്റം വശം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വളച്ചെടുക്കുക. ഈ ഒരു ചെറിയ ഗ്യാപ്പായിട്ട് വളച്ചെടുക്കുക. അതിനുശേഷം റീഫില്ലറും പിന്നെ ഒരു മുത്തും അതിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരെ ഒന്ന് വളച്ചെടുക്കുക. ഇതുപോലെ നമ്മുടെ വീഡിയോക്കകത്ത് കാണുന്നത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ മാക്സിമം വളമൊന്നും വരാതെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ വളച്ചെടുക്കാൻ നോക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് വീണ്ടും അവിടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ വളയ്ക്കുവാണ്. അപ്പോൾ നമ്മളിത് എന്തിനാ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് നോക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ ഒന്ന് ആ റീഫില്ലർ വെച്ച ഭാഗമായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമ്മളിവിടെ നല്ല നൂല് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ട് വിട്ടുപോകില്ല. ഇനിയിപ്പോൾ ആ രീതി വളയ്ക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ ഒരു പിന്നെ നേരെ ഇതുപോലെ നിവർത്തിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് നേരെ ഇതുപോലെ വളച്ച് എൽ ഷേപ്പ് ആക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു രീതി തന്നെ ഒന്ന് വളച്ചെടുക്കുക. കണ്ടാൽ മനസ്സിലാകാൻ തോന്നുന്നു. അതിനുശേഷം ഈ ഒരു സൈഡിലോട്ട് മടക്കുക. അതിനുശേഷം നേരെ നിവർത്തുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും, കാണിച്ചു തരാം. വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഈ ഒരു വളവ് നേരെ ഒരു താഴോട്ട് പോവുക. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ, കണ്ടോ, ഈ ഒരു ഷേപ്പിൽ തന്നെ വളച്ചെടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത ഷേപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഒരു പിന്നെ ഇതുപോലെ വളച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് എടുത്ത് ഇതിൽ ജസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ പുറകിലോട്ട് എന്തെങ്കിലും വെച്ചൊന്ന് കൊളുത്തണം. അതിന് വേണ്ടി നമ്മൾ കണ്ടോ കൊളുത്തി വെക്കാൻ വേണ്ടി ഒരു സംഭവം വെച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വെക്കാം. ഞാനിപ്പോൾ പഴയ ഒരു കമ്പി കഷ്ണം ചെറുതായിട്ട് വളച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഉടക്കി വെക്കാൻ വേണ്ടി ആ ഒരു രീതി വെച്ചാൽ മതി. ഇനി 22 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 ഈർക്കിലി കഷ്ണം എടുത്ത ശേഷം നമ്മൾ ചെറിയ പിന്നെടുത്തിട്ട് ഇതുപോലെ വളച്ച് ഒന്ന് ഈർക്കിലി വെച്ച് നൂല് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തോട്ട് വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോ നൂല് വെച്ച് ചുറ്റി കൊടുത്ത് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ടെയിൽ ഭാഗത്തിന് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോകണം. അതിനായിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് അവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓർണിത്തോപ്റ്ററിൻ്റെ ടെയിൽ ഭാഗം ശരിയായിട്ടുണ്ട്. ഇത്ര പരിപാടിയേ ഉള്ളൂ. അത് സംഭവം റെഡിയായി. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണം എടുക്കണം. അതായത് നമ്മൾ ചിറക് വേണം. അതിനായിട്ട് നമ്മൾ ഇത് പ്ലാസ്റ്റിക് കഷ്ണം എടുത്ത് ഇത് നമ്മൾ ആദ്യമേ എടുത്ത് 2 ഈർക്കിലി കഷ്ണം ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുക്കുക. കണ്ടോ, നമ്മളതിന് ചിറകിന് വേണ്ടിയാണ് ആ ഒരു ഭാഗം അങ്ങനെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉണ്ടോ,
അപ്പോൾ അതങ്ങോട്ട് ഇനി ചരിഞ്ഞ് പോയിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഇനി ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്ന ആ ഒരു പിന്നുണ്ടല്ലോ, ആ പിന്നിൻ്റെ ഭാഗം ഗ്യാപ്പ് ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചേക്കുക. നമുക്ക് ആ ഒരു ഭാഗം അതിലോട്ട് ആ ഈർക്കിലിയുടെ വശത്തോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടോ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ചിറക് വേണമല്ലോ, അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അതായത് ഒരു പക്ഷിയുടെ ചിറക് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ മാർക്ക് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു രീതി തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡിസൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാനൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പടം വരയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇച്ചിരി കൂടുതൽ കാണാൻ ഭംഗി കാണുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒട്ടിച്ചെടുക്കണം. അടുത്തായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈർക്കിലി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ പ്ലസ് ക്യൂക്ക് ഉപയോഗിക്കുന്നുണ്ട്. പ്ലസ് ക്യൂക്ക് അത്യാവശ്യം നല്ല പശയാണ്, ഒട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഗ്ലൂ ഒഴിച്ചുവാണ്. ഗ്ലൂ ഒഴിക്കുന്നത് നമ്മൾ ആ ഒരു പെട്ടെന്ന് ആ പ്ലാസ്റ്റിക് തിരിച്ച് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലൂ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ നല്ലോണം ഇത് ഉണക്കി വെക്കുക. അപ്പോഴേക്കും നല്ല കട്ടിയിൽ ഉണങ്ങിയിരിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ആ ഒരു ഈർക്കിലി വലുപ്പത്തിൽ മുറിച്ചെടുത്ത് ഐസ്ക്രീം ഷേക്കില്ല, ആ ഒരു ഭാഗത്തോട്ടും പ്ലസ് ക്യൂക്കിനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിക്കുന്ന വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ കാറ്റത്ത് പറത്തി വിടാൻ നേരത്ത് നമ്മുടെ കൂടെയൊക്കെ കാറ്റത്ത് തിരിച്ച് കമഴ്ന്ന് വരത്തില്ല. ആ ഒരു രീതിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി ഉണക്കിയ ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു സംഭവം വെച്ചാൽ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മളെ പിന്നെ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു പിന്നിലോട്ട് ഇങ്ങനെ ജസ്റ്റ് കയറ്റി വെക്കുവാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ആദ്യമേ എടുത്തിട്ടുള്ള ചെറിയ ഈർക്കിൽ കഷ്ണം ഉണ്ടല്ലോ, ഹോളിട്ട് അത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ മുറിച്ച് ഇങ്ങനെ വെക്കുന്നത്. കണ്ടോ, ഈ പ്ലാസ്റ്റിക് കഷ്ണം വെച്ചിട്ട് ആ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത ഭാഗം ഇതുപോലെ വെക്കുവാണെങ്കിൽ അത് ഹോൾഡ് ആയിട്ടിരിക്കും. കണ്ടോ, അപ്പോൾ നമ്മൾ ആ സംഭവം പുറത്തോട്ട് തള്ളി പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം എടുത്തതിൽ ഫ്രണ്ടിലോട്ട് അടപ്പൊന്നിട്ട് കൊടുത്തേക്കുക. കണ്ടോ, അതൊരു അടപ്പാട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തന്നെ അത്ര പരിപാടിയുള്ളൂ. ഇനി അടുത്തായിട്ട് കുറച്ച് റബ്ബർ എടുക്കുകയാണ്. ഒരു 3-4 റബ്ബർ എടുക്കണം. ശേഷം കുറച്ച് പൗഡർ ഇട്ടണം. പൗഡർ ഇടുന്ന വെച്ചാൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് റബ്ബർ ഒട്ടിപ്പിടിക്കാൻ പിന്നെ കറക്റ്റായിട്ട് വർക്കാകത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് ഇവിടെ രണ്ടും ലോക്ക് ചെയ്യുക. കണ്ടോ, അപ്പുറം ഇവിടെ ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് ഒന്ന് വിട്ടാൽ മതി. കണ്ടോ, ഇതുപോലെ ചിറകടിച്ച് പറക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ മൊബൈൽ ക്യാമറ ആയിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നത് ചിറകടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി വലുതായിട്ട് എറിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ചിറക് ശരിക്കും അടിക്കുന്നത് തന്നെ. കാരണം നമ്മൾ നേരിട്ട് കാണുന്ന മൊബൈലിൽ ഇതുപോലെ ക്യാമറ കാണുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല നമ്മൾ കറക്റ്റായിട്ട് ചിറക് അടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പതുക്കെ എറിയുന്നത്. അപ്പോൾ നിങ്ങൾ വലിച്ച് നല്ല സ്പീഡിൽ എറിയുവാണെങ്കിൽ നല്ലോണം ചിറകടിച്ച് പറക്കുന്നതായിരിക്കും. ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും വർക്കാവുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്.